ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഞാനിത് വയനാട് പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ എന്നിട്ട് ഏകദേശം ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിട്ട്. എന്തേ പോസ്റ്റ് ചെയ്യാൻ ഇത്ര വൈകിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് കേട്ടോ. വീഡിയോ എടുത്ത സമയത്ത് ജസ്റ്റ് ഇങ്ങനെ എടുത്തെന്നുള്ളൂ, വോയിസ് ഒന്നും അതിൽ ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. പക്ഷേ അതിന് മടിയായിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഇപ്പം വീഡിയോ ഒന്നും ഇടാനില്ലാത്ത കാരണം ഞാനിത് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വയനാട് ഇപ്പോൾ 3ാമത്തെ വട്ടമാണ് ഞാൻ വരുന്നത്. ആദ്യം വന്നത് ഞാനും ഏട്ടനും കൂടിയിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങനെ വന്നതായിരുന്നു. പിന്നെ 2ാമത്തെ വട്ടം വന്നത് കോളേജിൽ നിന്ന് ഒരു ട്രിപ്പായിട്ട് വന്നതായിരുന്നു. 3ാമത്തെ വട്ടം വന്നത് ഇപ്പോൾ ഫാമിലി ആയിട്ടിട്ടാണ്. ഞങ്ങൾ 3ാമത്തെ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് മുത്തങ്ങ റൂട്ടിലേക്ക് വരുന്നത് കേട്ടോ. ഈ റൂട്ട് വഴി വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനൊരു സ്പോട്ട് കണ്ടപ്പോൾ ഇവിടെ ഇറക്കിയതായിരുന്നു. ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടാ ഈ ആനേനെ കണ്ടിട്ട് അവിടെ നിന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ അതിലിങ്ങനെ ഓടിയിട്ട് എന്നിട്ട് ഞങ്ങളതിനെ എല്ലാവരെയും വലിയ കാര്യമായിട്ട് വിളിക്കുക, വായു വായു ഇവിടെ ഒരു ആന ഉണ്ട്. ഏട്ടൻ്റെ വിചാരം ഈ ആന കാട്ടുന്ന ആനയെന്നായിരുന്നു കേട്ടോ. ശരിക്കും ആ ആനേനെ അവിടെ വളർത്തുന്നതാണ് അവർക്ക് അതിൻ്റെ ഫുഡൊക്കെ സമാധാനമായിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഈ വേലിയുടെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ ആന. അതവിടെ നിന്നിട്ട് അതിൻ്റെ ഫുഡ് കഴിക്കുകയാണ്. അതിനെ അവിടെ പോയിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല. ഇനി എങ്ങാനും വല്ല മൃഗങ്ങളെങ്ങാനും വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാവും, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പുറത്തേക്ക് നമ്മളതിനെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നിൽക്കണേലിടയ്ക്ക് ഒരു സൗണ്ട് കേട്ടിട്ടോ. എന്തോ വലിയൊരു സൗണ്ട്, ആനയുടെയോ അതോ പുലിയുടെ എന്തിൻ്റെ സൗണ്ടാണെന്ന് അറിയില്ല. വലിയൊരു അലർച്ച പോലത്തെ ഒരു സൗണ്ട് കേട്ടിട്ട് അത് കേട്ടപ്പോൾ ഞങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ ഒരു അനക്കൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ എന്താ കാണണം എന്ന് വെച്ചിട്ട്. ഈ കുട്ടനാണിച്ചെങ്കിലോ ഭയങ്കര വാശിയിലിരുന്നിട്ടാ, കാരണം ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും കുറുമ്പൊക്കെ ഉണ്ട്. പിന്നെ നിലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാ. നിലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ, കാരണം നിലത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഈ വഴിക്ക് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വയനാട് എപ്പോൾ പോകുമ്പോഴും കാണുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാർ. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ അതിനും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മാനുകൾ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ചെറുതായിട്ട് കണ്ടില്ലേ, മാനുകളേനെ കണ്ടു കേട്ടോ. മാനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഈ ഒരെണ്ണം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ എണ്ണത്തിനെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ അതിനൊക്കെ നോക്കി നിന്നു, വരുന്നുണ്ടോ എന്ന് ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കുരങ്ങന്മാരിനൊക്കെയാണ് കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ അങ്ങനെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. കാരണം മുത്തങ്ങ റൂട്ട് വഴി കുറച്ച് അങ്ങോട്ട് പോയിട്ട് വല്ല മൃഗങ്ങളേനൊക്കെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാണ് റൂട്ട് കേട്ടോ. റൂട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി റൂട്ടാണ്. പക്ഷേ നമുക്ക് ഇവിടെ വണ്ടി നിർത്താനോ ഇവിടെ ഇറങ്ങാനോ ഒന്നും പറ്റില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെ തോന്നി, പക്ഷേ വണ്ടി നിർത്താൻ ഇവിടെ അലൗഡ് അല്ല. ഇങ്ങനെ പോവാം, നമുക്ക് പോയിട്ട് ഇങ്ങനെ വല്ലതിനും കാണുന്നുണ്ടോ എന്നിങ്ങനെ നോക്കാമെന്ന് മാത്രം. ഇത് ഞങ്ങൾ അച്ഛൻ്റെ ഇഷ്ടത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതായിട്ട്. അച്ഛനും മൃഗങ്ങളേനൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ മുത്തങ്ങ റൂട്ടിൽ കൂടെ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ മൃഗങ്ങളെയൊന്നും കണ്ടില്ല, മാനിനെ മാത്രമാണ് കണ്ടത് കേട്ടോ. കുറേ മാനുകളേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 1-2 ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ റൂട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മാനുകളേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതന്നെ ഞങ്ങൾ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അത് കാരണം പിന്നെ ഇറങ്ങിയില്ല. ഈ അമ്പലം നോക്കിയേ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇവിടെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇറങ്ങാമെന്ന് തോന്നുന്നു, പക്ഷേ ഞങ്ങൾ എവിടെ ഇറങ്ങിയില്ല. ഇനി സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ റൂട്ട് കുറച്ച് പോയിട്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ പശുവോ പോത്ത് അങ്ങനെ എന്തൊക്കെയാണ് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുരങ്ങന്മാരാവശ്യത്തിലധികം കേട്ടോ. ഈ റൂട്ടൊക്കെ നോക്കി നല്ല രസമല്ലേ കാണാൻ. ഞാൻ ഇവിടെ നമ്മളെ വയനാട്ടിൽ കുറേ ഹിഡൻ സ്പോട്ടുകൾ ഉണ്ടെന്ന് അറിയാം, പക്ഷേ അവിടേക്കൊന്നും നമ്മൾ പോവില്ലേ. എപ്പോഴും പോയ സ്ഥലങ്ങൾക്ക് ഇങ്ങനെയാണ് പോവുക. അപ്പം ഞങ്ങൾ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കണ്ടില്ല. മാനുകളിനെ കണ്ടു കേട്ടോ. മാനുകളിനെയാണ് കാര്യമായിട്ട് കണ്ടത്, വേറെ ഒന്നിനെയും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നമ്മളെ ഇടയ്ക്കൽ ഗുഹ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറേ ഇങ്ങോട്ട് കയറി നടക്കാനുണ്ട്. ഇവിടെ ഞങ്ങളുടെ കുറേ സമയം പോയതേ. ഇവിടുത്തെ ഈ വീട് നല്ല രസമില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത, വീടാണോ എന്താണോ എന്നറിയില്ല, ഈ പോണ വഴിക്ക് ഇങ്ങനെ ഉള്ളതാണ്. നൈറ് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് കയറി നടന്നിട്ട്. ഞങ്ങളൊക്കെ
കുറച്ച് കയറിയപ്പോഴത്തേനും ഞാനും ചേച്ചിയൊക്കെ ആകെ തളർന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല. ഞങ്ങളെ കോലം കണ്ടാൽ തന്നെ മനസ്സിലായി. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇത്രയും മോശം കോലത്തിൽ ഞങ്ങൾ ജീവിതത്തിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാവില്ല അന്ന്. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും കയറാൻ തീരെ വൈക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അമ്മേനെ ഏട്ടനും അച്ഛനൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കയറ്റിയിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു രസമല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഗുഹ കയറിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടനും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആദ്യമൊക്കെ കുറച്ച് വീതിയുള്ള സ്റ്റെപ്പുകളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ മേലേക്ക് കയറും തോറും സ്റ്റെപ്പിൻ്റെ ഈ വീതി നീളമൊക്കെ കുറഞ്ഞ് വരും കേട്ടോ. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടിനെ ഏട്ട എങ്ങനെ കയറുക എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിവിടെ വഴുക്കലും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടില്ലേ ഏട്ട ഈ കുട്ടിനായിട്ട് കയറുന്നത് ഈ ഭാഗത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ നല്ല കുട്ടിയായിട്ട് നിന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഈ കുട്ടിനായിട്ട് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കയറുന്ന സമയത്തൊക്കെ ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം എന്താ ഫോണൊക്കെ നോക്കിയിരുന്നു കേട്ടോ. വേറൊരു രക്ഷയില്ലാത്ത കാരണം ഞാൻ ഫോൺ കൈ കൊടുത്തതാണ്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാറൊന്നുമില്ല. അപ്പം ഞങ്ങൾ കുറേ നേരം ഇരിക്കും, പിന്നെയും കയറും, പിന്നെ ഇരിക്കും, പിന്നെയും കയറും, അങ്ങനെ ഇട്ടിരുന്നിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പം ഞങ്ങൾ കുറച്ചിങ്ങോട്ട് മേലേക്ക് കയറി, ബാക്കിയുള്ളവരൊക്കെ താഴത്ത് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അമ്മയും ഏട്ടന്മാരും അച്ഛനൊക്കെ താഴത്ത് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ട് ഞങ്ങളിതാ അങ്ങനെ താഴത്തെ ഉള്ള ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കല്ല കേട്ടോ. ക്ഷീണിച്ചിട്ട് വയ്യാതെ ഇരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങോട്ട് കയറിയപ്പോൾ ഇവിടെ കുറച്ച് നിൽക്കാനുള്ള ഒരു സ്ഥലം കേട്ടോ. പിന്നെ കുറേ നേരമൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറിയിട്ട് ഇവിടേക്കൊക്കെ കയറും തോറും നിങ്ങൾ കണ്ടോ സ്റ്റെപ്പിൻ്റെ ഒരു ഇത്, സ്റ്റെപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ അത്രയും ചെറിയൊരു സ്പേസ് ആയിരുന്നു. എങ്ങനെയൊക്കെ കയറിയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. കയറേ ഈ കുട്ടിനെ ഏട്ടനും കൂടിയിട്ട് കയറി എങ്ങനെയെന്നായിരുന്നു എൻ്റെ ടെൻഷൻ. അപ്പം ഞങ്ങളിതാ ഒരു വിധത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് കാണാനുള്ളത് കേട്ടോ. അതാണ് ഗുഹ. അതിൻ്റെ ഉള്ളിൽ കയറിയുള്ള ഒരു അവസ്ഥയാണ്. അമ്മ നോക്കി, അമ്മ ക്ഷീണിച്ച് അവശയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊക്കെ ആകെ വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വയ്യാതെ ഉണ്ടായിരുന്നു. ഇവള് മാത്രം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. നൈറു നല്ല അടിപൊളിയായിട്ട് കയറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അധികം നേരം അവിടെ ഇരുന്നില്ല കേട്ടോ, വയ്യാതെ ഉണ്ടായിരുന്നു. പിന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയാണ് കേട്ടോ. ഇത് നമ്മളിതാ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറേണ്ട അത്ര ബുദ്ധിമുട്ടില്ല. പുറത്തേക്ക് ഇറങ്ങാൻ ഏറെ ഇങ്ങനത്തെ സ്റ്റെപ്പുകളാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെയും കയറാണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ, വയ്യാതെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴത്തോട്ട് പോകണം. ബാക്കി നൈറും ഏട്ടനും അച്ഛനൊക്കെ അങ്ങോട്ട് മേലേക്ക് പോയിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയില്ല, ഞങ്ങൾക്ക് വയ്യാതെ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ കയറാണ്ടായിരുന്നു. ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറെ മറ്റു സ്ഥലത്തല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വ്യൂ പോയിൻ്റാണ്, പക്ഷേ ഇതൊന്നും ആസ്വദിക്കാനുള്ളൊരു കെൽപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ വിശപ്പും ക്ഷീണും എല്ലാം കൊണ്ട് ഞങ്ങൾ ആകെ അവശയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ സ്ഥിതിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങളിതാ കണ്ടില്ലേ, ഇതാണ് വ്യൂ പോയിൻ്റ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ടൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മൾ നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഇറങ്ങിയിരുന്നു. ചേച്ചിയൊക്കെ ആകെ ക്ഷീണിച്ചിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതാ മെല്ലെ ഇറങ്ങുകയാണ്. ഞാൻ ഈ എടക്കൽ ഗുഹ കാണുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും പൂക്കോട്ട് ലേക്ക്, പിന്നെ എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, പൂക്കോട്ട് ലേക്ക് തന്നെയായിരുന്നു. പിന്നെ ബാണാസുര ഡാം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഈ കണ്ടില്ലേ അമ്മയൊക്കെ നല്ല ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്, എല്ലാവരും ക്ഷീണിച്ച് അവശയായിരിക്കുകയാണ്. കണ്ടില്ലേ ഈ കൂട്ടം എന്തോ ആലോചനയിലാണ്. മറ്റൊരു ഇവിടുത്തെ വരെ എത്തിയിട്ടില്ല കേട്ടോ. അവരങ്ങോട്ട് കയറിയ കാരണം അച്ഛനും ഏട്ടനൊക്കെ മേലെ തന്നെ നിൽക്കുകയാണ്, അവരിങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പം അമ്മ ചിരിക്കും. ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചത് കേട്ടോ. അമ്മ ഭയങ്കര ക്ഷീണിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവർ വരുന്ന വരെ അത് എന്താ കണ്ടില്ലേ. അപ്പോൾ അത് അവരെത്തി. നൈറു പോയിട്ടുണ്ടായിരുന്നു. നൈറുവിന് ഭയങ്കര എനർജി ആയിരുന്നു. അപ്പോൾ ഇതാ ഇനി അവരെത്തി. ഇനി ഞങ്ങൾക്ക് പോയിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇറങ്ങുകയാണ് മെല്ലെ. കയറുമ്പോൾ ഉള്ള ഉഷാറൊന്നും ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങുന്ന വഴിക്ക് ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ഉപ്പിലിട്ടത്, പിന്നെ അതുപോലെ തന്നെ മോര്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചു. ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് കേട്ടോ, ഇത് ഞാൻ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇറങ്ങുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ഇങ്ങനെ എന്തോ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു, എന്തൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, മെല്ലെ ഞങ്ങൾ ഇറങ്ങി. ഈക്കുട്ടനും എല്ലാവർക്കും വിശക്കുണ്ടായിരുന്നു കേട്ടോ. ഈക്കുട്ടൻ പിന്നെ ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾ 1:30-2 മണി ആവാനായിട്ടുണ്ടായിരുന്നിട്ട്. ഇത്രയും സമയമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് വിശന്നിട്ട് തളർന്ന പോലെ ഉണ്ടായിരുന്നു, കാരണം അവിടേക്ക് കയറും കൂടി ചെയ്ത്. ഇനി നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ പൂക്കോട്ട് ലേക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ സ്ഥിരം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ അത് 3-ാമത്തെ തൊട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നൈറു കയറിയ വഴിക്ക്, നൈറുവിന് പിന്നെ പാർക്കൊക്കെ കണ്ടാൽ പിന്നെ നൈറു വെറുതെ വിടില്ല. വന്ന വഴിക്ക് തന്നെ നൈറു ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു കേട്ടോ. ഇവിടെ എന്താ പറയുക, മറ്റേ ബോട്ടിംഗ് ഉണ്ടല്ലോ, ബോട്ടിങ്ങിലൊന്നും ഞങ്ങൾ കയറിയില്ല, ബോട്ടിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റോറം നടന്നു, ഈ ലേക്ക് മൊത്തം ചുറ്റിക്കറങ്ങി. ഞങ്ങൾ ബോട്ടിലൊന്നും കയറാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കയറാൻ. പിന്നെ വെള്ളമൊക്കെ ഭയങ്കര മോശമായിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പക്ഷേ കയറിയില്ല, നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഏട്ടൻ്റെ കൂടെ വന്ന സമയത്ത് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ 2 വട്ടം കോളേജിൽ നിന്ന് വന്നപ്പോഴും കയറിയിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴും കയറിയിട്ടില്ല കേട്ടോ. അന്ന് ഞങ്ങൾ 2 പേരും കൂട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇതിന് ലേക്കിന് ചുറ്റും നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഒക്കെ ഇങ്ങനെ ചുറ്റും ഫുള്ള് നടന്നില്ല. നമ്മൾ കൊടൈക്കനാലുണ്ടല്ലോ ഇങ്ങനത്തെ ലേക്ക്, അതിന് ചുറ്റോറം ഇങ്ങനെ നടക്കുമല്ലോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കുട്ടിന് ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്ത്. അന്ന് ഞങ്ങൾ അവിടുത്തെ ലേക്കിന് ചുറ്റോറം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതാ ഞങ്ങൾ ഇവിടെ നടക്കാമെന്ന് വെച്ചു. നല്ല രസമല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കാമെന്ന് വെച്ചാൽ കണ്ടില്ലേ, വെള്ളമൊക്കെ ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. നൈറു ഫുൾ എനർജിയിലാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, ഇവിടെ അപ്പുറത്തുപ്പുറത്തൊക്കെ കാട് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അവിടേക്കൊക്കെ നോക്കുമ്പോൾ പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഇത് പോലെ. അവിടേക്കൊന്നും വരുമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, വെള്ളമൊക്കെ ഭയങ്കര മോശമായിരുന്നേ. കാരണം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കയറാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു, എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന പൂവൊക്കെ പറിച്ചത് ആ ചെവിയിലൊക്കെ വെച്ചെടുക്കേണ്ട ഈ കുട്ടിനെ. ഫുഡൊക്കെ കഴിച്ച കാരണം പിന്നെ കുറച്ച് എനർജിയൊക്കെ കിട്ടിയിട്ടോ. കാരണം അല്ല നേരെ ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ ചത്തീർന്ന്. ഫുഡൊക്കെ കഴിച്ച കാരണം പിന്നെ ആ ഒരു ഇതിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടിനെ പിന്നെ ലാസ്റ്റ് നിലത്തിറക്കിയപ്പോൾ പിന്നെ ഈ കുട്ടിൻ്റെ കാര്യം പറയല്ലേ, ഓടി കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കാലിക്കറ്റ് ബീച്ചിൽ ഇറങ്ങി കേട്ടോ. ഇവിടെ ഞങ്ങൾ അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. ഈ കുട്ടിനൊരു സൈക്കിൾ വാങ്ങിച്ചു, ഈ കുട്ടിനും നൈറുവിനൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളിതാ മെല്ലെ പോവുകയാണ്. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഇനി നമുക്ക് വേറെ വീഡിയോകൾ ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ വയനാട് വിശേഷങ്ങൾ. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.